ചൈന ഒരു വശത്ത്, പാകിസ്ഥാൻ മറ്റൊരു വശത്ത്. ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോഴും തരം കിട്ടിയാൽ പാര വയ്ക്കാൻ മടിക്കാത്തവരാണ് ബംഗ്ലാദേശും. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ കാക്കാൻ ആവുന്നതെല്ലാം ചെയ്യുന്നുമുണ്ട് ഇന്ത്യ. ആത്മനിർഭർ ഭാരതിന് കീഴിൽ അമേരിക്കയെയും ഫ്രാൻസിനെയും ഒക്കെ വെല്ലുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്നുമുണ്ട്. ഒപ്പം ഇന്ത്യയെ സ്വാധീനിക്കുന്ന ഒന്നാണ് ആകാശമാർഗമുള്ള സുരക്ഷ. അതിനായി അത്യാധുനിക സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ വിന്യസിച്ചിട്ടുമുണ്ട്. എങ്കിലും പുതിയ സാങ്കേതിക വിദ്യയിൽ ഏത് പോർവിമാനം വാങ്ങണമെന്ന കാര്യത്തിൽ അല്പം ആശയക്കുഴപ്പത്തിലാണ് നമ്മുടെ വ്യോമസേന. ഖത്തറിൽ നിന്നുള്ള മിറാഷ് 2005 പോർവിമാനം വേണോ അതോ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് MK-1A പോർവിമാനം വേണോ എന്നതാണ് ചോദ്യം. ദസോട്ട് മിറാഷ് 2005 പോർവിമാനത്തിന് $66.25 ദശലക്ഷം വിലയെങ്കിൽ തേജസ് MK-1A പോർവിമാനത്തിന് $43 ദശലക്ഷം വില. വിലയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് വിശദാംശങ്ങൾ കൂടി താരതമ്യം ചെയ്ത് നോക്കിയാലേ ആശയക്കുഴപ്പത്തിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമാകൂ. ഒറ്റനോട്ടത്തിൽ തന്നെ മിറാഷ് 2005 പോർവിമാനങ്ങൾക്ക് വില കൂടുതലാണെന്ന് തെളിയും. വില മാത്രമല്ല, കാലപ്പഴക്കവും മിറാഷ് വിമാനങ്ങളുടെ കാര്യത്തിൽ പിന്നോട്ടടിക്കുന്ന കാര്യമാണ്. മറുവശത്ത് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് MK-1A പോർവിമാനങ്ങളാണെങ്കിൽ പുത്തനാണ് താനും. ഏകദേശം 40 വർഷങ്ങളാണ് തേജസ് പോർവിമാനങ്ങളുടെ ആയുസ്. ഖത്തറിൽ നിന്നുള്ള മിറാഷ് 2005 പോർവിമാനങ്ങളാകട്ടെ 30% മാത്രം ആയുസേ ബാക്കിയുള്ളൂ. വർഷങ്ങളിലേക്ക് മാറ്റിയാൽ ആയുസ് 10 വർഷം മാത്രമായി ചുരുങ്ങും. വേഗതയുടെയും ആകാശത്തെ വഴക്കത്തിന്റെയും കാര്യത്തിൽ മിറാഷ് 2005 കഴിവ് തെളിയിച്ചിട്ടുള്ള പോർവിമാനമാണ്. മാക്സിമം 2.2 വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ഈ പോർവിമാനത്തിനാകും. അതിവേഗത്തിൽ ആകാശത്തു നിന്നുള്ള ഭീഷണികൾക്ക് മറുപടി നൽകാൻ സുസജ്ജമായ പോർവിമാനമാണിത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും ആയുധങ്ങളും മൾട്ടിമോഡ് റഡാർ അടക്കമുള്ള ആധുനിക വൈമാനിക ഉപകരണങ്ങൾ ഈ പോർവിമാനത്തിലുണ്ട്. വായുവിൽ നിന്നും വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും പ്രയോഗിക്കാൻ സാധിക്കുന്ന ആയുധങ്ങളും ഈ പോർവിമാനത്തിലുണ്ട്. ആധുനിക യുദ്ധ ഉപകരണങ്ങളെയും സംവിധാനങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ തക്ക രീതിയിലാണ് തേജസ് MK-1Aയുടെ രൂപകൽപ്പന. 1.8 ആണ് മാക്സിമം ഇതിന്റെ വേഗത. മിറാഷ് 2005നെ അപേക്ഷിച്ച് കുറവെങ്കിലും ശബ്ദത്തിന്റെ 1.8 ഇരട്ടി വേഗത എന്നത് അത്ര ചെറിയ വേഗതയല്ല. ആധുനിക ഉപകരണങ്ങൾ, മൾട്ടിമോഡ് റഡാർ, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കോമ്പാക്ട് കാപ്പബിലിറ്റീസ് എന്നിങ്ങനെ ആധുനിക ഉപകരണങ്ങളും ഫ്യൂച്ചറുകളും തേജസ്സിലുണ്ട്. ഇസ്രയേലി നിർമ്മിത എൽറ്റ EL-M 2052 AESA റഡാറും ഈ പോർവിമാനത്തിന്റെ കരുത്താണ്. വ്യത്യസ്ത കഴിവ്, വ്യത്യസ്ത ദൗത്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പോർവിമാനമാണിത്. വ്യോമ നിരീക്ഷണം, വ്യോമാക്രമണം, രഹസ്യ ദൗത്യങ്ങൾ എന്നിങ്ങനെ നീളുന്നു തേജസിന്റെ സവിശേഷതകൾ. വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ടെന്നതും തേജസ് പോർവിമാനത്തിന്റെ ഗുണങ്ങളാണ്.